ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂര് പൂങ്കുന്നം ബ്രാഹ്മണ സഭയിലാണ്. നമ്മൾ ബൊമ്മക്കൊലു കാണാൻ വന്നിരിക്കുകയാണ്. ബൊമ്മക്കൊലു, ബൊമ്മൈ ഡബ്ബ, ബൊമ്മക്കൊലു, അങ്ങനെ കുറെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. കൊലു എന്ന് പറഞ്ഞാൽ പടി എന്നാണ് അർത്ഥം. ബൊമ്മ എന്ന് പറഞ്ഞാൽ പാവ എന്നാണ് അർത്ഥം. അപ്പോൾ നവരാത്രിയിലെ ദേവിയുടെ, കാളിദേവിയുടെ വിവിധ ഭാഗങ്ങൾ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ദേവി മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ദൈവങ്ങളും മിത്തുകളും കഥാപാത്രങ്ങളും മഹാഭാരതത്തിലെയും രാമായണത്തിലെയും എല്ലാവരെയും നമുക്ക് ഇവിടെ കാണാം. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണയായിട്ട് ഒറ്റ സംഖ്യയാണ് പടി അറേഞ്ച് ചെയ്യുക. 3, 5, 7, 9 അങ്ങനെയാണ്. ബ്രഹ്മാവിൽ നിന്ന് വരം നേടി ശക്തനായ ദാരികാസുരൻ തിന്മകൾ ചെയ്തു തുടങ്ങിയപ്പോൾ അസുരനെ വധിക്കാൻ കാളിദേവി തീരുമാനിച്ചു. എന്നാൽ അസുരൻ ഭയങ്കര ശക്തനായതുകൊണ്ട് കാളിദേവിക്ക് കൂടുതൽ ശക്തി വേണമായിരുന്നു. ദേവി 9 രാത്രിയും 10 ദിവസവും നീണ്ടു നിൽക്കുന്ന വ്രതം ആരംഭിച്ചു. ദേവിയുടെ വ്രതത്തിന് കൂടുതൽ ശക്തി പകരാൻ എല്ലാ ദേവീദേവന്മാരും തങ്ങളുടെ ആയുധം ദേവിക്ക് സമർപ്പിച്ചു. ആ ദിവസത്തെ നമ്മൾ ആയുധ പൂജയായിട്ട് ആചരിക്കുന്നു. 9 രാത്രിയിലെ വ്രതത്തിന് ശേഷം നവരാത്രി ദിവസത്തെ പൂജ കഴിഞ്ഞ് വിജയദശമി ദിവസം ദേവി യുദ്ധത്തിന് പുറപ്പെടുന്നു. 2 ആഴ്ച നീണ്ടു നിന്ന യുദ്ധത്തിന് ശേഷം അമാവാസി ദിവസം ദേവി ദാരികനെ കൊല്ലുന്നു. അന്നേ ദിവസത്തെയാണ് നമ്മൾ ദീപാവലിയായിട്ട് ആഘോഷിക്കുന്നത്.